അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സുകളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇവിടെ അന്തിയിറങ്ങുന്ന മഹാന്മാരായ സാദാത്തുക്കളുടെ മദദ് ലഭിക്കുവാൻ അള്ളാഹു കാരണമാക്കി തരട്ടെ. ആമീൻ. വിശുദ്ധ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ് തഅലീമു മാ അല്ലമല്ലാഹ്, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത്. അത് ആളുകളാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും സമയങ്ങളാണെങ്കിലും അല്ലാഹു തആല ബഹുമാനിച്ച വസ്തുവാണോ അതിനെ ബഹുമാനിക്കുക എന്നത് ഈമാനിൻ്റെ അടിത്തറയാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, വമൻ യുഅല്ലിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ ആ തഅലീം അഹ്ലുസുന്നത്തി വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സുന്നികളും ബിദ്അത്തുകാരും തമ്മിലുള്ള പ്രധാനപ്പെട്ടൊരു വ്യത്യാസം അവിടെ തന്നെയാണ്. അവർക്ക് ആദരവില്ല, ആരാധനയുണ്ട്. സുന്നികൾ അങ്ങനെയല്ല. അള്ളാഹുവിനെ ആദരിക്കുന്നു, മഹാന്മാരെ ആദരിക്കുന്നു. രണ്ടും രണ്ടാണ്. ആദരവൊന്ന് വേറെ, ആരാധന ഒന്ന് വേറെ. നമുക്കറിയാം, നമ്മൾ നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ആ നൃത്തം ഒരു ആരാധനയാണ്, അള്ളാഹുവിനേക്കുള്ള ഇബാദത്താണ്. എന്നാൽ ആലിമീങ്ങൾ കടന്നു വരുമ്പോൾ, സയ്യിദന്മാർ കടന്നു വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അതും നൃത്തം തന്നെയാണ്. അത് ആരാധനയല്ല, അത് ആദരവാണ്. ഇത് മനസ്സിലാക്കാതെ പോയി വിദഅത്തിന്റെ ആളുകൾ. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആദരിക്കാൻ അവരെ കിട്ടൂല. അവരെ തവസ്സുലാക്കാനും അവരോട് ഇസ്തിഗാസ നടത്താനും വിദഅത്തിന്റെ ആളുകളെ കിട്ടൂല. അതൊക്കെ ആരാധനയാണെന്ന് പറഞ്ഞ്, ശിർക്കാണെന്ന് പറഞ്ഞ് തള്ളുന്നവരാണ്. ഈ അടിത്തറ പേച്ചു പോയവരാണ് ബിദ്അത്തിന്റെ ആളുകൾ. അതുകൊണ്ട് തന്നെ അവരോട് ഒരു നിലക്കുള്ള ബന്ധം പാടില്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ അടിത്തറ തന്നെ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആദ്യം പഠിപ്പിച്ച വിഷയം ആരാധനയല്ല, ആദരവാണ്. നമുക്കറിയാം, സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാനുള്ള കൽപ്പന മലക്കുകളോടും ഇബ്ലീസ് അടക്കമുള്ള എല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ എല്ലാ മലക്കുകളും അത് അംഗീകരിച്ചു. അവരൊക്കെ ഫസജദൽ മലായികത്തു കുല്ലുഹും, ആദരവിന്റെ സുജൂദ് അവരെ നടത്തി. പക്ഷേ ഇബ്ലീസ് മാത്രം മാറി നിന്നു. അവൻ ആദരിക്കാൻ കിട്ടൂല, അവൻ അഹങ്കരിച്ച് മാറി നിന്നു. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് ഇപ്പൊ എവിടെ എത്തി നിങ്ങൾ ആലോചിച്ചു. ഇബ്ലീസിനെ കുറിച്ച് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, ഇബ്ലീസിന്റെ അത്ര ഇബാദത്തെടുത്തൊരു കുട്ടി ലോകത്തില്ല. മിൻഹാജുൽ ആബിദീനിൽ കാണാം, ഇബ്ലീസ് എത്ര വർഷ ഇബാദത്തെടുത്തത്. 100 കൊല്ലോ 1000 കൊല്ലോ അല്ല, 80,000 കൊല്ലമാണ് ഇബ്ലീസ് അള്ളാഹുവിന് സുജൂദ് ചെയ്തത്, ഇബാദത്തെടുത്തത്, ആരാധന നടത്തിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരാൾ ലോകത്തുണ്ടോ? 80,000 കൊല്ലം ഇബാദത്തെടുത്ത്. അതിൽ തന്നെ 20,000 വർഷം മലക്കുകൾക്ക് ദർസ് നടത്തിയ വലിയ മുദരിസായിരുന്നു ഇബ്ലീസ്. 50 കൊല്ലം ദർസ് നടത്തിയാൽ തന്നെ നമ്മൾ വലിയ ആദരവ് ആ മുദരിസിന് നൽകും. ഇബ്ലീസിന് എത്ര വലിയ ആദരവ് സംഘടിപ്പിക്കണം? 20,000 കൊല്ലം, അതും മനുഷ്യർക്കല്ല, അൽ മലഉൽ അലയാകുന്ന മലായിക്കത്തിനാണ് അവൻ ദർസ് നടത്തിയത്. 7 ആകാശങ്ങളിലും അവർക്ക് പ്രത്യേകമായ നാമങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. ആരിഫെന്നും വലിയെന്നും തഖിയെന്നും ഉന്നതമായ പേരുകൾ അവനക്കുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥാനമാനങ്ങളെല്ലാം തകർന്നടിഞ്ഞു. എന്തേ കാരണം? അള്ളാഹു ബഹുമാനിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ അവൻ മുന്നോട്ട് വന്നില്ല എന്നതാണ്. അഹങ്കാരികൾക്കത് കഴിയില്ല.
അവൻ്റെ അഹങ്കാരത്തിൻ്റെ ഊക്കുനോക്കു നിങ്ങൾ. ഒരിക്കൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് സങ്കടം പറഞ്ഞു. എന്താ സങ്കടം? എന്നേതായാലും അല്ലാഹു തആല ആട്ടി പുറത്താക്കി, ഇന്ന് നന്നാകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ എൻ്റെ തോബ അല്ലാഹ് സ്വീകരിക്കുമോ? നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യോ? മഹാനായ ഗസാലി ഇമാം ഇഹിയയിൽ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ പറയാം, അള്ളാഹുവിനോട് ഞാൻ പറയാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇബ്ലീസിന്റെ സങ്കടം അറിയിച്ചു. അല്ലാഹു തആല ഓക്കെ, ഞാൻ തോബ സ്വീകരിക്കാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ ഹയാത്ത് കാലത്ത് ഞാൻ പറഞ്ഞപ്പോൾ അവൻ അംഗീകരിച്ചില്ല. അവൻ അഹങ്കരിച്ച് മാറി നിന്നു. എന്നെ കിട്ടൂല എന്നാ പറഞ്ഞു. അന ഖൈറും മിൻഹു, ഞാനല്ല ഉഷാറ്. പിന്നെ എങ്ങനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? അപ്പൊ ഇന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പില്ല, വഫാത്തായി ഖബറിലാണ്. അതുകൊണ്ട് ഇബ്ലീസിനോട് പറയാ, ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അരികിൽ വന്നിട്ട് അവൻ സുജൂദ് ചെയ്യട്ടെ. ഹയാത്തിലേതായാലും അവൻ ചെയ്തില്ല, അഹങ്കരിച്ച് മാറി നിന്നു. ഈ ഡിമാൻഡ് അവൻ പാലിക്കുകയാണെങ്കിൽ ഞാൻ അവനക്ക് തൗബ കൊടുക്കാം. അല്ലാഹു തആല പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിനോട് വന്ന് ഈ വിഷയം പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഹയാത്ത് കാലത്ത് ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, എന്നിട്ടപ്പം മരിച്ച സുജൂദ് എന്നെ കിട്ടൂല എന്നാ പറഞ്ഞത്. മഹാന്മാര് പറഞ്ഞു, ഇനി ഇബ്ലീസിന് തൗബയില്ല, ഇനി അവൻ തൗബ ചെയ്താലും സ്വീകരിക്കുകയില്ല. മഹാന്മാരെ ആദരിക്കുന്നതിൽ നിന്ന് നമ്മൾ എപ്പോഴാ മാറി നിൽക്കുന്നത്? അത് അവന്റെ അധപ്പതനാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച അമ്പിയാക്കൾ, സാദാത്യങ്ങൾ, ഔലിയാക്കൾ, അത് ഗ്രൂപ്പൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. സയ്യിദന്മാരും ആലിമീങ്ങളും, ആലിമീങ്ങളാണോ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാണോ സയ്യിദന്മാരാണോ, അവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അത് ഇസ്ലാമിന്റെ ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ്. ആ ആദരവ് എത്രത്തോളം നമുക്കുണ്ടോ അതിനനുസരിച്ചാണ് അല്ലാഹു തആല നമ്മുടെ ഖൽബിന്, നമ്മുടെ ആത്മീയമായ ഉയർച്ച അല്ലാഹു തആല നൽകുന്നത്. ഞാൻ ചുരുക്കുകയാണ്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു സംബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറുപ്പക്കാരനായിരുന്ന, വളരെ മോശപ്പെട്ടൊരു ജീവിതം നയിച്ച ചെറുപ്പക്കാരനായിരുന്നു ബിശ്ർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. കള്ള് കുടിയനെന്ന് മാത്രമല്ല, കള്ളിന്റെ 12ഓളം ഗോഡൌൺ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഗതകാല ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ. ആ ബിശ്ർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ ഒരു കടലാസ് കഷ്ണം കണ്ടു. ആ കടലാസ് എടുത്തു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിൽ അള്ളാഹുവിന്റെ നാമമുണ്ട്. ഉടനെ തന്നെ ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക് ഒരു ബഹുമാനം കടന്നു വന്നു. ഈ കടലാസ് ഇവിടെ എങ്ങനെ കിടക്കേണ്ടതല്ലോ, അള്ളാഹുവിന്റെ നാമമല്ലേ, അതിനും ബഹുമാനിക്കേണ്ട. ആ കടലാസിൽ മണ്ണൊക്കെ തട്ടി, പൊടിയൊക്കെ തട്ടി, തൻ്റെ കയ്യിലുള്ള 1-2 ദിർഹമുണ്ട്, അതുകൊണ്ടൊരു നല്ലൊരു അത്തർ വാങ്ങി ആ അത്തർ ആ കടലാസിൽ പുരട്ടി നല്ലൊരു ബഹുമാനമുള്ള സ്ഥലത്തെടുത്ത് വെച്ചു. ഇത്ര ചെയ്തിട്ടുള്ളൂ. ഇന്ന് ആ ചെറുപ്പക്കാരന്റെ പേര് കേൾക്കുമ്പോൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലുന്ന മർത്തബയിലേക്ക് അല്ലാഹു തആല ഉയർത്തി. എന്തേ കാരണം? ആദരിക്കേണ്ടതിനെ ആദരിച്ചു, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ ഏറ്റവും വലിയൊരു അടിത്തറയാണ്. സാന്ദ്രമായി ഞാൻ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ ഇസ്മുകള് അല്ലെങ്കിൽ ആയത്തുകൾ പലരും വണ്ടിമേൽ എഴുതി വെക്കാറുണ്ട്, വർക്കത്തിന് വേണ്ടി എഴുതിക്കുന്നാവും. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ചില വണ്ടിൻ്റെ ഒക്കെ പുറത്ത്, ഗ്ലാസിന്റെ പുറത്ത് ലൈൻ ശകർത്തും ലഅസീദന്നക്കും അല്ലേ, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. അത് അദബ് കേടാണ്. കാരണം വണ്ടിന്റെ പുറത്തെഴുതുമ്പോൾ പൊടിയാകും, മണ്ണാകും, ചിലപ്പോൾ പക്ഷികൾ വന്ന് കാഷ്ടിക്കും. അതൊക്കെ ആയത്തിനോടും അള്ളാഹുവിന്റെ നാമത്തോടുമുള്ള അനാദരവാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഏതാണെങ്കിൽ ഉള്ളില് അതിൻ്റെതായ ഒരു ഹുർമത്തോട്, ബഹുമാനത്തോടു കൂടെ നമ്മൾ ചെയ്യണം. അപ്പൊ അള്ളാഹുവിൻ ബഹുമാനിച്ച വസ്തുക്കള്, അത് നാമങ്ങളാവട്ടെ, ആളുകളാവട്ടെ, സ്ഥലങ്ങളാവട്ടെ, സമയങ്ങളാവട്ടെ. വിശുദ്ധ റജബ് നമുക്കറിയാം, അള്ളാഹുവിന്റെ മാസമാണ്. ഇതിനെ വളരെ ബഹുമാനത്തോടുകൂടെ നമ്മൾ കാണേണ്ടതാണ്. ആ ഒരു ബഹുമാനമാണ് ഈമാനിന്റെ ഏറ്റവും വലിയ അടിത്തറ. തഖ്വയുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തഖീങ്ങളിൽ അല്ലാഹു ബഹുമാനിച്ച് ആ പുണ്യം കരസ്ഥമാക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.